നിലമ്പൂർ MLA PV അൻവർ തുറന്നുവിട്ട ഭൂതത്താൻ ഇപ്പോഴും കേരളത്തിലാകെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പിടിച്ചു കെട്ടാൻ വേണ്ടി ആർക്കും സാധിക്കാത്ത രീതിയിലുള്ള പുതിയ തലങ്ങളും പുതിയ രീതികളുമാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സിനിമാ ഫീൽഡ് അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ബലാത്സംഗങ്ങളും സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട ലൈംഗിക കുത്തഴിഞ്ഞ പ്രവൃത്തികൾക്ക് മധ്യേ ഇപ്പോ പോലീസ് ഉദ്യോഗസ്ഥരുടെ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട കേസിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. PV അൻവർ പറഞ്ഞത് തനിക്ക് പോലും നീതി കിട്ടുന്നില്ല എന്ന തരത്തിലാണ്. ഭരണകക്ഷിയിലെ പ്രധാനിയായിരിക്കുന്ന ഒരു MLA ആണ് തന്റെ കുറച്ച് റോപ്പുകളൊക്കെ നഷ്ടപ്പെട്ടുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നു. പരാതി പ്രകാരമുള്ള അന്വേഷണം നടക്കുന്നില്ല, നീതി കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഇത്തരം ചില പോലീസുകാരൊക്കെ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഒതുക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ അന്വേഷണങ്ങൾ നടത്തി. അങ്ങനെ പത്തനംതിട്ടയിലെ പോലീസ് മേധാവിയെ സസ്പെൻഡ് ചെയ്തു. മറ്റുള്ള പല ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിയിലേക്ക് കേരള പോലീസിന്റെ അവസ്ഥകളും സാഹചര്യങ്ങളും മാറിയിരിക്കുന്നു. എന്താണ് കേരള പോലീസിന് പറ്റിയത്? അവരെവിടെയാണ് പേക്കുന്നത്? എന്താണ് അവരുടെ വിഷയം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കേരള പോലീസ് ഒരു സാധാരണക്കാരായിരിക്കുന്ന സംസ്ഥാനത്തിലെ പൗരന്മാർ ഒരു ഭയപ്പാടോടു കൂടിയാണ് ഇപ്പോഴും കാണുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെ സേവനം ചെയ്യുന്ന പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവര് സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് വലിയ രീതിയിൽ റെസ്പെക്ട് കൊടുക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നു, കൃത്യവും ന്യായപരമായിരിക്കുന്ന പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നു. മുസ്ലിം രാജ്യങ്ങളിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിലും നമ്മുടെ ഏതെങ്കിലും നാഷണൽ ഹൈവേയിലോ അല്ലെങ്കിൽ റോഡിന്റെ ഭാഗത്തോ വാഹനം പഞ്ചറായി നിന്നാൽ പോലും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് പഞ്ചർ ടയർ തിരിച്ചു കുടുക്കി നമ്മൾക്ക് യാത്രാ സൗകര്യം എളുപ്പമാക്കുന്ന രീതിയിലുള്ള എല്ലാ സേവന പ്രവർത്തികളും അവർ തന്നെ ചെയ്യും. പലപ്പോഴും ദുബായ് പോലീസിനും സൗദി പോലീസിനും ഒക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഭിനന്ദനം യൂറോപ്യൻ രാജ്യങ്ങൾ പോലും നൽകിയതാണ്. നാഷണൽ ഹൈവേയിൽ പെട്രോളിംഗ് നടത്തുന്ന ഒരു പോലീസുകാരെ തീർച്ചയായിട്ടും സഹായത്തിന് വിശ്വസിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും. കേരള പോലീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്തരം ഒരു അപകടങ്ങളോ ദുരന്തങ്ങളോ ഉണ്ടായി ഒരു വണ്ടി റോഡ് സൈഡ് നിർത്തിക്കഴിഞ്ഞാൽ അവരപ്പോ അവിടുത്തെ ലൈസൻസ് ചോദിക്കുന്നു, ബന്ധപ്പെട്ട രേഖകൾ ചോദിക്കുന്നു, വരുന്നതും പോകുന്നതും ചോദിച്ചു ഒരു പ്രതിയാക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിൽ ഉണ്ടാവുന്നത്. ഗ്രാമീണ പശ്ചാത്തലം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. 100 പരാതി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു പരാതിയൊക്കെയാണ് പോലീസ് സ്റ്റേഷന്റെ അഭിമുഖമായിട്ട് എത്താറുള്ളത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് പോലീസിലുള്ള വിശ്വാസമില്ലായ്മയും അവർ തങ്ങളെ തന്നെ പ്രതികളാക്കുമോ എന്നുള്ള ഒരു ഭയപ്പാടുമാണ്. ഈ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പരമാവധി കേരള പോലീസിന്റെ മേധാവിത്വത്തിൽ വഹിക്കുന്ന ആൾക്കാർക്കൊക്കെ കാണാൻ വേണ്ടി സാധിക്കുമെന്ന് ഇപ്പോഴത്തെ നിലവിലെ വർത്തമാന കേരളത്തിലെ വാർത്താവിശേഷത്തെ വിലയിരുത്തിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നത്? പോലീസ് എന്ന് പറഞ്ഞാൽ പൊളൈറ്റ്നെസ് വേണം, ഒബീഡിയൻസ് വേണം. അങ്ങനെ ഓരോരോ അക്ഷരത്തിനും ഓരോരോ വാക്കർത്ഥം ചേർത്തുകൊണ്ടാണ് അത് പോലീസ് തന്നെ ആവുന്നത്. ആ മര്യാദകൾ ഉണ്ടാവാറുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത വളരെ മോശപ്പെട്ടിരിക്കുന്ന വാക്കുകളൊക്കെ പല ഘട്ടങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നായിരിക്കും ഒരു പക്ഷേ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹികപരമായിരിക്കുന്ന പശ്ചാത്തലം തന്നെ ഇതിന് അവർക്ക് സാഹചര്യം ഒരുക്കുന്ന രീതിയിലാണ് വളരെ മോശമാണ് എന്നുള്ളതാണ്. ഇത് പാരമ്പര്യ തുടർച്ച പോലെ തന്നെയാണ്. പോലീസായി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഗുണ്ട ആക്ട് പോലെയാണ് പല പോലീസുകാരും പെരുമാറുന്നത്. അതുകൊണ്ട് നീതി തേടിയിട്ട് ഒരു സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ പോകുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രം ചെയ്യുന്ന കാര്യമാണ്. അവരുടെ സമീപനങ്ങൾ അങ്ങനെ തന്നെയാണ്. സാധാരണഗതിയിൽ ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ പോയാൽ യഥാർത്ഥത്തിൽ അവരെ കൈ കൊടുക്കുന്നു, ഷെയ്ക്കാൻ ചെയ്യുന്നു, എന്നിട്ട് കസേരട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്നു. പ്രതിയാണെങ്കിലും പരാതിക്കാരാണെങ്കിലും അവരോട് ന്യായമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. കേരള പോലീസ് ആണെങ്കിലോ എന്താടാ വന്നത്, നീ എന്താടാ നിൽക്കുന്നത്, അങ്ങോട്ട് മാറി നിൽക്കട്ട, എടോ വിടോ എന്നൊക്കെ വിളിച്ചിട്ട് മോശപ്പെട്ട വാക്കുകളൊക്കെ പ്രയോഗിച്ചുകൊണ്ടാണ് സാധാരണഗതിയിൽ അവർ സംസാരിക്കാറുള്ളത്. ഒരു എസ്ഐയുടെ മുമ്പിൽ വന്നിട്ട് എന്നാൽ താങ്കൾ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു കസാരട്ട് കൊടുക്കുന്ന ഒരു സമീപനം കേരളത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന 16 പോലീസ് സ്റ്റേഷനിൽ എത്ര പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് എന്ന് മാത്രമാണ് അതിന് ഉത്തരം. അപ്പോ വാദിയും പ്രതിയും യഥാർത്ഥത്തിൽ പോലീസിന് മുമ്പിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതാണ്. ഇപ്പൊ അതിനോടനുബന്ധിച്ചാണ് ലൈംഗിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. പല പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും പരാതിയായിട്ട് എത്തുന്ന സ്ത്രീയെ ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആരോപണം വരുന്നുണ്ട്. ആരോപണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ, എന്നൊരു പ്രതി ഉണ്ടെങ്കിൽ പ്രതിയാളെ കണ്ടുപിടിക്കട്ടെ, അതൊരു മറ്റൊരു വിഷയം. പക്ഷേ ഒരു സാധാരണക്കാരനായിരിക്കുന്ന ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു രാജ്യത്തിലെ പൗരൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി ബോധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ അവരുടെ മാനസികപരമായിരിക്കുന്ന അവസ്ഥ മാറാത്തത് എന്തുകൊണ്ട്
എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പോലീസുകാരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്, അവരുടെ രീതികളാണ്, അവരുടെ സമീപനങ്ങളാണ് എന്നുള്ളതാണ് സത്യം. നല്ല രീതിയിലുള്ള വാക്കർത്ഥം കൊണ്ടും വാക്ക് പ്രയോഗം കൊണ്ടും അവർ യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരായിരിക്കുന്ന പരാതിക്കാരെ സ്വീകരിക്കാറില്ല എന്നുള്ളത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മോശപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ റിട്ടയർഡ് ആകുന്ന സമയത്ത്, ഇത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പ്രായം കഴിയുന്ന സമയത്ത് റിട്ടയർഡ് ആകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനം നൽകുന്നത്, ഒരു സമൂഹം ബഹുമാനം നൽകുന്നത് അധ്യാപകർക്കായിരിക്കും. ഏറ്റവും മോശപ്പെട്ട രീതിയിൽ നോക്കിക്കാണുന്നത് പോലീസുകാരായിരിക്കും. കാരണം ജീവിതകാലം മുഴുവനും അവർ ആ രീതിയിലായിരിക്കും സമീപനം ഉണ്ടായത് എന്ന് മാത്രം. അപ്പോൾ ഇവിടുത്തെ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാൻ ഭയപ്പാടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സ്ത്രീ സാന്നിധ്യം നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സമീപന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ അവരുടെ ഭാഗത്തൊന്നും പോലീസിന്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും മാറാത്തിടത്തോളം കാലം ഇതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ വേണ്ടി സാധിക്കില്ല. ഗവൺമെന്റ് ഈ കാര്യത്തിലൊന്നും യാതൊരു ശ്രദ്ധയും പുലർത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നീതി തേടി ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുക, ഗവൺമെന്റ് ഉദ്യോഗ സ്ഥലത്തിലേക്ക് എത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഗതിയില്ലാത്ത രീതിയിൽ മാത്രം ഒരു സാധാരണക്കാർ ചെയ്യുന്നതാണ്. മറ്റൊരു ഗതിയുടെ വില്ലേജ് ഓഫീസറെ അടുത്ത് ഒരു അപേക്ഷയുമായിട്ട് ചെന്നിട്ട് ഒരു അപേക്ഷ ഫോം ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു രേഖകൾ കിട്ടണമെങ്കിലോ എത്ര പ്രാവശ്യം പോകേണ്ടി വരും. ഒരുപക്ഷെ ആ ലീവായിരിക്കും, ചിലപ്പോൾ വൈകി വരും, ചിലപ്പോൾ ഡ്യൂട്ടി മറ്റൊരു ഭാഗത്ത് ആണ് എന്ന് പറയും, ചിലപ്പോൾ കമ്പ്യൂട്ടർ കംപ്ലൈന്റ് ആയിരിക്കും, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിട്ട് ശരിക്കും പറഞ്ഞിട്ടാണെങ്കിൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഒരുപക്ഷെ 4ഉം 5ഉം പ്രാവശ്യം പോവേണ്ട ഒരു പരിസ്ഥിതിയുള്ള ഒരു സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. അപ്പൊ ഗവൺമെന്റ് ഉദ്യോഗ തലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ഏകാധിപത്യ പ്രവണത രീതിയിൽ ഇത് ഞാനാണ്, ഇത് എന്റേതാണ്, എന്റെ നിലപാടാണ്, എന്റെ സമീപനമാണ്. ജനങ്ങൾ പണം കൊടുത്ത നികുതി പണം കൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ശിഷ്ടകാലം കഴിഞ്ഞു കൂടുന്നത്, അവരുടെ ശമ്പളമായിട്ട് വാങ്ങുന്നത് എന്നുള്ള ചിന്ത പോലുമില്ല. മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിനും ധരിക്കുന്ന വസ്ത്രത്തിനും അതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കൾക്കും സർക്കാർ നികുതി വാങ്ങുന്നുണ്ട്. ആ നികുതി പണത്തിന്റെ വിഹിതമാണ് സർക്കാർ ഉദ്യോഗസ്ഥ ശമ്പളമായി വാങ്ങുന്നത് എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ സേവകരായിട്ടാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നിലനിൽക്കുന്നത്. ആ കാര്യത്തിൽ 100% പരാജയമാണ് പല ഘട്ടങ്ങളിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം പോലീസുകാരും. അപ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറാത്തിടത്തോളം കാലം ഈ വിഷയങ്ങൾ ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. സിനിമാ ഫീൽഡിൽ നടക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുന്ന രീതിയിലാണ് ശരിക്കും PV അൻവറിന്റെ വിവാദമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അതോടുകൂടി അതിങ്ങനെ ഒഴുകിപ്പോയി പോലീസിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ കേസ് എടുക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ന്യായത്തിന്റെ നീതിയുടെ അടിസ്ഥാനത്തിലൊന്നല്ല. അതാത് SIക്കായിട്ട് തോന്നണം ഇത് ചെയ്യേണ്ടതാണ് എന്നുള്ളത്. FIRൽ എന്തൊക്കെ എഴുതണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് യഥാർത്ഥത്തിൽ SI ആണ്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ എഴുതാം, ഇഷ്ടമുള്ളതാണെങ്കിൽ എഴുതാതിരിക്കാം. ന്യായം അന്യായവുമല്ല. ഒരു പോലീസുകാരൻ SIയുടെ നിലപാടനുസരിച്ചും താല്പര്യമനുസരിച്ചുമാണ് ഇപ്പൊ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ FIR എന്ന് പറയുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. കോടതിയിലെത്തുന്ന സമയത്ത് അത് റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടാണ് FIR റദ്ദാക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുള്ളത്. അപ്പൊ ഈ എഴുതപ്പെട്ട FIRുമായിട്ട് ബന്ധപ്പെട്ട കേസും വാദവും പ്രതിവാദവുമാണ് പല ഘട്ടത്തിലും കോടതിയിൽ നടക്കുന്നത്. ഇല്ലാത്തതാണെങ്കിൽ പോലും FIRൽ രേഖ ഉണ്ടെങ്കിൽ അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ നിഷേധിക്കുകയാണെങ്കിൽ അതിന് തെളിവ് ഹാജരാക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പുകലും ഒരുപാട് വിഷയങ്ങളും ഉണ്ടാവും. അങ്ങനെ കേരളത്തിന്റെ പോലീസ് യഥാർത്ഥത്തിൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന് പകരം ജനങ്ങൾ ഒരു ഭയപ്പാടോട് കൂടി നോക്കുന്ന ഉദ്യോഗ തലത്തിലിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മേധാവികളായി പോലീസ് വിഭാഗം മാറിയിരിക്കുന്നു എന്നുള്ളത് സങ്കടകരമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും ഗ്രാമീണ മേഖലയിലൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടികളോ മതസംഘടനകളോ അതിൽ നാട്ടിലെ കാരണവന്മാരോ ഒത്തുതീർക്കുന്ന ഒരു സ്ഥിതി കാണാൻ വേണ്ടി സാധിക്കും. പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ രണ്ടു കൂട്ടർക്കും താല്പര്യം, വലിയ ശത്രുത ഉണ്ടെങ്കിൽ പോലും പോലീസ് സ്റ്റേഷൻ മുഖാന്തരം ഈ വിഷയങ്ങൾ തീർക്കാനോ അല്ലെങ്കിൽ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവരെ സമീപിക്കാനോ ഒരാൾ താല്പര്യം കാണിക്കാറില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടോ അതല്ലെങ്കിൽ ആ പ്രദേശത്തിലെ കാരണന്മാരെ കൊണ്ടോ അവരുടെ നേതാക്കന്മാരെ കൊണ്ടോ വിഷയങ്ങൾ മാന്യമായ രീതിയിൽ ഒത്തുതീർപ്പാക്കിയിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ നാട്ടിൽ നടക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരിക്കലും നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പീഡനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഒറ്റക്ക് അങ്ങനെ ഈ കാര്യങ്ങൾ സംസാരിക്കാനും ഭയപ്പാടുണ്ടാവും. അങ്ങനെ പല ഘട്ടങ്ങളിൽ പരാതി ഇല്ലെങ്കിൽ പോലീസിന് കേസെടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ന്യായപരമായിരിക്കുന്ന രീതിയിൽ പല ഘട്ടങ്ങളിലും പോലീസുകാർ പറയാറുണ്ട്. ഞങ്ങളുടെ അടുത്ത് പരാതി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളത് പിന്നെ കേസെടുത്തിട്ടുമില്ല.
പരാതി കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഭയപ്പാടുള്ളത് കൊണ്ടാണ്. ഈ ഭയപ്പാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞിട്ട് അന്വേഷണം ഉണ്ടാവാറുണ്ടോ? അതൊട്ട് ഉണ്ടാവാറില്ല. അപ്പോൾ പലപ്പോഴും നീതി കിട്ടുന്നില്ല. എത്ര പേര് പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോകുന്നത്? വളരെ കുറവുള്ള ആൾക്കാർ മാത്രമാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് പരാതി ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, തങ്ങൾക്ക് നീതി കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, വാദിയായിരിക്കുന്ന പരാതിക്കാരിയായിരിക്കുന്ന തങ്ങൾ ഇനി ഒരു പിൽക്കാലത്ത് പ്രതിയായിട്ട് തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കേരളത്തിലെ പോലീസിന് വിശ്വാസമില്ലാത്തതിന്റെ കാര്യം, സാധാരണക്കാർക്ക് വിശ്വാസമില്ലാത്തതിന്റെ കാര്യം അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ശരിയല്ല എന്നുള്ളതാണ്. അതിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി അവരുടെ ശമ്പളം വാങ്ങി ജീവിക്കുന്നവരാണ് തങ്ങൾ എന്നുള്ള ബോധ്യം കേരള പോലീസിന് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് യഥാർത്ഥത്തിൽ കേരള സർക്കാർ നടത്തേണ്ടത്. അപ്പോൾ കേരളത്തിലെ ഒരുപാട് മന്ത്രിമാർ, 10-20 മന്ത്രിമാരുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട മന്ത്രിമാരൊക്കെ അപൂർവമായിട്ടെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരിശോധനകൾക്ക് രഹസ്യമായ രീതിയിൽ വരുന്ന ഒരു സംവിധാന കാര്യങ്ങളുണ്ടോ? ഒരിക്കലും ഉണ്ടാവാറില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മഫ്റ്റിയിൽ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിരീക്ഷിക്കുക, അവിടുത്തെ പ്രതികളോട് കാര്യങ്ങൾ ചോദിക്കുക, അവിടുത്തെ CCTV ക്യാമറ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധിക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറില്ല എന്ന് മാത്രമല്ല, പരമാവധി പോലീസ് സ്റ്റേഷനിലൊക്കെ CCTV ക്യാമറ ഉണ്ട്. ആ ക്യാമറയുടെ മുമ്പിൽ വെച്ച് ഒരു പോലീസുകാരനും ഒരു പ്രതിയെ തല്ലുന്നതായിട്ട് ഇതുവരെ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കാര്യം അങ്ങോട്ടങ്ങോട്ട് ക്യാമറയുടെ ദൃഷ്ടി പതിയാത്ത ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ടായിരിക്കും ഇവർ പീഡിപ്പിക്കുന്നത് പല ഘട്ടത്തിലും. CCTV വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു വലിയൊരു ആശ്വാസമുണ്ട് എന്നൊന്നും പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ മാറേണ്ടത് പോലീസല്ല, അവരെ മാറ്റാൻ വേണ്ടി ഗവൺമെന്റും അവരെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടി ജനങ്ങളും തയ്യാറെടുക്കുന്ന സമയത്ത് മാത്രമേ കേരള പോലീസിൽ നിന്ന് സാധാരണക്കാർക്ക് നീതി കിട്ടുകയുള്ളൂ എന്നുള്ളത് ഒരു യഥാർത്ഥമായിരിക്കുന്ന സത്യമാണ്.